സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കടന്നു ചെന്ന് കൂട്ടക്കൊല നടത്തിയവർ 982 ലബനാനിലെ സെപ്പറേഷൻ തീരയിൽ ചെന്നുകൊണ്ട് പലസ്തീൻ അഭയാർത്ഥികളെ കൊന്നുകളഞ്ഞവർ, ആ ക്രൂരതയുടെ ചരിത്രം അതിനേക്കാൾ ഭീകരമായ നിലയിൽ ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞാൻ പറയുന്നു, നാം പലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കാനില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് സഹോദരങ്ങളെ? സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കടന്നു ചെന്ന് കൂട്ടക്കൊല നടത്തിയവർ 982 ലബനാനിലെ സെപ്പറേഷൻ തീരയിൽ ചെന്നുകൊണ്ട് പലസ്തീൻ അഭയാർത്ഥികളെ കൊന്നുകളഞ്ഞവർ, ആ ക്രൂരതയുടെ ചരിത്രം അതിനേക്കാൾ ഭീകരമായ നിലയിൽ ഇന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഞാൻ പറയുന്നു, നാം പലസ്തീന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കലാണ്. നാം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പൈശാചികതയുടെ കൂടെ നിൽക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഭക്ഷണം കഴിക്കാനില്ലാതെ രക്ഷാപ്രവർത്തകരെ കൊണ്ടുവരുന്ന ഭക്ഷണത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന, കുഞ്ഞുങ്ങളെ ബോംബിട്ട് നശിപ്പിക്കുന്ന ആളുകൾ പിശാചുക്കളല്ലെങ്കിൽ പിന്നെ ആരാണ് സഹോദരങ്ങളെ?